اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹിക്കമിലെ 21-ാമത്തെ ഹിക്മത്താണ് ഇനി പറയാൻ പോകുന്നത്. തലബുക മിൻഹു ഇത്തിഹാമുൻ ലഹ് വതലബുക ലഹു ഗൈബത്തും മിൻക അൻഹു വതലബുക ലിഗൈരിഹി ലിഖില്ലത്തി ഹയാഇക മിൻഹു വതലബുക മിൻ ഗൈരിഹി ലിവുജൂദി ബുഅദിക അൻഹു. അള്ളാഹുവിനോട് തേടുന്ന 4 വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന 4 കാര്യങ്ങൾ. അത് 4 രൂപത്തിലൂടെയാണ് അള്ളാഹുവിനോട് മനുഷ്യന്മാർ തേടുക. ആ 4ഉം പറ്റൂല എന്നാണ് പറയുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. ബഹുമാനപ്പെട്ടവർ പറയാണ്, ത്വലബുക മിൻഹു, നീ അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടുക എന്നുള്ളത്. അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് തേടുക എന്നുള്ളത് ഇത്തിഹാമുൻ ലഹു, അള്ളാഹുവിനോടുള്ള തെറ്റിദ്ധാരണയുടെ അടയാളമാണ്. അള്ളാഹുവിനോടുള്ള തെറ്റിദ്ധാരണ കാരണമാണ് നീ എന്ത് ചെയ്യണത്? അള്ളാഹുവിൽ നിന്ന് നീ ആവശ്യപ്പെടുന്നത്. ഇതൊരു സാലിക്കായ വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാണ്? അള്ളാഹുവിലേക്ക് പ്രവേശിക്കുന്ന സാലിക്കായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോ ത്വലബുക മിൻഹു, അള്ളാഹുവിൽ നിന്ന് നീ ആവശ്യപ്പെടുക എന്നുള്ളത് ഇത്തിഹാമുൻ ലഹു, അള്ളാഹുവിനോടുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. കാരണം ഭൗതിക കാര്യങ്ങൾ ആശങ്കയോടുകൂടെ അള്ളാഹുവിനോട് തേടുക എന്നുള്ളത് ഒരു യഥാർത്ഥ സാലിക്കിന് യോജിച്ചതല്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്നാ മറ്റൊരു ഭാഗത്ത് അള്ളാഹിന്റെ റസൂല് പറയുന്നില്ലേ, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇബാദത്താണ്. ആ വ്യക്തിയോടാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്, നീ അള്ളാഹുവിനോട് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്നുള്ളത് അള്ളാഹിനെ കുറിച്ചുള്ള നിന്റെ തെറ്റിദ്ധാരണയാണ്. എന്താണ് പറഞ്ഞത്? അള്ളാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇബാദത്ത് ചെയ്യാനാണ്, അള്ളാഹുവിനെ ആരാധിക്കുക. ഈ ഭൗതികമായ വിഭവങ്ങൾ നിനക്ക് തരാമെന്ന് അള്ളാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട്. എന്നിട്ടും ആശങ്കയോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് നിനക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ? അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നീ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആര് അശ്രദ്ധവാനല്ല? അള്ളാഹു തആല അശ്രദ്ധവാനല്ല. കിടന്നുറങ്ങുന്ന ഒരാളോടല്ല, കിടന്നുറങ്ങുന്ന ഒരാൾ അടിമയല്ല നീ. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കല്ല, തൂങ്ങി ഉറക്കല്ല. ഒരൊറ്റ സെക്കൻഡ് പോലും അടിമയെ കുറിച്ച് അള്ളാഹു തആല അശ്രദ്ധവാനല്ല. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നീ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അള്ളാഹു തആല ആരല്ല? അശ്രദ്ധവാനല്ല. അങ്ങനത്തെ ഒരാളോട് നീ എന്തിനായി ചോദിക്കണത്? വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, നിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളൊക്കെ ആർക്കറിയാം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. നീ എന്തൊരാവശ്യത്തിന് വേണ്ടിയാണ് പള്ളിയിൽ വന്നത്? എന്താണ് നീ ആവശ്യപ്പെടാൻ പോകുന്നത്? ആവശ്യപ്പെടാനുള്ള നിന്റെ കൈ പൊക്കാനുള്ള കഴിവ് പോലും ആര് തന്നതാണ്? അള്ളാഹു തആല തന്നതാണ്. നമ്മുടെ ശൈഖുന അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ എന്തിനാണ് അള്ളാഹു തആലാനോട് ഇങ്ങനെ മുക്കറിട്ട് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? നിന്റെ കൈ പൊന്തുന്നത് പോലും എന്തിനാണ് എന്ന് അറിയുന്ന പടച്ച റബ്ബിനോട് എന്തിനാ നീ ആവശ്യപ്പെടുന്നത്? അള്ളാഹിനോട് ദുആ ചെയ്യണോ ദുആ ചെയ്യണ്ടേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിപ്പോ സാലിക്കായ ആളെ കുറിച്ചാണ്.
സാലിക്കായ ആളെ കുറിച്ച്, സാലിക്കായ വ്യക്തി എന്തിന്റെ ആവശ്യമല്ല, അള്ളാഹിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് പോവുകയാണ്, അള്ളാഹുവിലേക്കുള്ള പ്രയാണ വഴിയിലാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി. ഒരാള് എന്നെ കുറിച്ചുള്ള സ്മരണയിൽ ഇങ്ങനെ ജോലിയാകാം, ഓന് എന്നെ കുറിച്ചുള്ള സ്മരണയിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റിലാണ്, സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിലാണ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്റിലാണ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്റിലാണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റിൽ ഇങ്ങനെ മുഴുകിയ ഒരാള്, അങ്ങനെ ഒരാൾ ദിക്റിൽ ഇങ്ങനെ മുഴുകാണ്. പക്ഷെ അള്ളാഹിനോട് എന്ത് ചെയ്യുന്നില്ല, ഒരു കാര്യവും ചോദിക്കണില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അള്ളാഹു താല പറയുന്നതായിട്ട് പറയാണ്, അള്ളാഹു അവൻ ചോദിക്കാതെ തന്നെ, അള്ളാഹു താല അവൻ ചോദിക്കാതെ തന്നെ ഇനി ചോദിക്കാൻ പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് അവനക്ക് നൽകും. ഓൻ എന്ത് ചെയ്താൽ മതി, അള്ളാഹുവിന്റെ സ്മരണ ഇങ്ങനെ പുതുക്കിയാൽ മതി, അതിങ്ങനെ ചെയ്താൽ മതി. എന്നാൽ തന്നെ ഓൻ എന്താണോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹു താല ഓൻ അറിയാതെ തന്നെ അവനിലേക്ക് നൽകും. അപ്പൊ ഒരു സാലിക്കായ വ്യക്തി എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല, അള്ളാഹുവിനോട് തേടേണ്ട ആവശ്യമല്ല. തൊലബുക്ക മിൻഹു, അള്ളാഹുവിൽ നിന്ന് തേടുക, ആവശ്യപ്പെടുക എന്നുള്ളത് ഇത്തിഹാമുൻ ലഹു, അള്ളാഹുവിനെ കുറിച്ചുള്ള നിന്റെ തെറ്റിദ്ധാരണയാണ്. ഒന്ന്. രണ്ട്, തൊലബുക്ക ലഹു, തൊലബുക്ക നീ തേടുക, നീ ആവശ്യപ്പെടുക, ലഹു അള്ളാനെ തന്നെ ആവശ്യപ്പെടുക, അള്ളാനെ തന്നെ നീ ആവശ്യപ്പെടുക എന്നുള്ളത് ഗൈബത്തും മിൻക അൻഹു, നീ അള്ളാഹുവിനെ തൊട്ട് അപ്രത്യക്ഷനായിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അള്ളാനെ നീ തേടുക, അള്ളാനെ ആവശ്യപ്പെടുക. അള്ളാഹു താല നമ്മളിന്ന് മാറി നിൽക്കുന്നുണ്ട് അതിന്, അള്ളാനെ ആവശ്യപ്പെടാന്. ഐനമാ കുൻതും വഹുവ മഅക്കും, നീ എവിടെയാണെങ്കിലും അള്ളാഹു നിന്നോട് കൂടെയുണ്ട്. നീ ചെരുപ്പിന്റെ വാറിനേക്കാൾ അള്ളാഹുവുമായി സമീപസ്ഥനാണ്. കണ്ട നാടിയേക്കാൾ നീ അള്ളാഹുമായിട്ട് ആരാണ്, സമീപസ്ഥനാണ്. അങ്ങനത്തെ ഒരാളെ നീ എന്തിനാ തേടുന്നത്? അത് നിന്നിൽ തന്നെ അല്ലേ. നിന്റെ പെരി കല്യാണം നടക്കുമ്പോ, നിന്റെ കല്യാണം നടക്കുമ്പോ അമ്മ കല്യാണത്തിന് വരണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? ഞങ്ങനെ കല്യാണം പറഞ്ഞ അമ്മ എന്താ വിചാരിച്ച, ഞാൻ ഇപ്പൊ വേറെ ഏതോ ഒരാളാണ്, ഞാൻ ഇവിടുത്തെ ഒന്നും ആണല്ല എന്നാ വിചാരിച്ച. നമ്മളെ സ്വന്തം പെരിയിൽ കല്യാണം നടക്കും, ഉമ്മാനോട് പറയാം അമ്മ എന്റെ കല്യാണത്തിന് വരാൻ മറക്കരുത് കേട്ടോ. നമ്മളൊരു പെരി പാർക്കുന്ന ആൾക്കാരാണ്, അല്ലേ? സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. അപ്പൊ അല്ലാഹു തആല നമ്മിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും വേർപിരിയുന്നില്ല. നമ്മൾ എവിടെയാണെങ്കിലും അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് കൂടെ ഉണ്ട്. ആ അള്ളാഹുവിന്റെ ആ ഒരു അദൃശ്യമായ നൂറാനിയത്ത് നമ്മളില്ലെങ്കിൽ നമ്മൾ ചലിക്കൂല, നമുക്ക് ചലനശക്തി ഉണ്ടാവൂല, നമുക്ക് കാഴ്ച ശക്തി ഇല്ല, നമുക്ക് കേൾവി ശക്തി ഇല്ല, ഒരു കഴിവും സ്വന്തമായിട്ടില്ല. അല്ലാഹു തആല നമ്മളോട് കൂടെ ഇല്ലെങ്കിൽ അങ്ങനത്തെ അള്ളാഹുവിനെ നീ എന്ത് ചെയ്യണ്ട, അങ്ങനത്തെ അള്ളാഹുവിനെ നീ അള്ളാൻ എനിക്ക് കിട്ടണം, അള്ളാൻ എനിക്ക് കിട്ടണം എന്ന് നീ ആവശ്യപ്പെടുക എന്നുള്ളത് നിന്നെ തൊട്ട് അള്ളാഹു താല മറിഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. നീ വിചാരിക്കുന്നത് എന്താണ്, അള്ളാഹു താല എന്നെ തൊട്ട് മറിഞ്ഞിട്ട് എവിടെയോ ആണ്, ഞാൻ ചെയ്യണതൊന്നും കാണുന്നില്ല, ഞാൻ ചെയ്യണതൊന്നും അറിയുന്നില്ല എന്നാ നീ വിചാരിച്ചിരിക്കണത്. എന്നാൽ അള്ളാഹു താല ഒരിക്കലും നിന്നെ തൊട്ട് എന്ത് ചെയ്യുന്നില്ല, മറയുന്നില്ല. അപ്പൊ ഒരു സാലിക്കായ ആള് ആരെ ചോദിക്കണ്ട, അള്ളാനെ തേടണ്ട, അള്ളാഹുവിനെ തേടണ്ട. നമ്മളെ ശൈഖുനൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അള്ളാഹുവിന്റെ മഅരിഫത്ത് ലഭിക്കണം, അള്ളാഹുവിന്റെ മഅരിഫത്ത് ലഭിക്കണം എന്നത് ഒരിക്കലും ഒരു മുരീദ് ആവശ്യപ്പെടാൻ പാടില്ലെന്ന്. അള്ളാഹു താലാക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി എന്നൊരു മെന്റാലിറ്റി ആയിരിക്കണം ആർക്ക് ഉണ്ടാകേണ്ടത്, ഒരു മനസ്സിലുണ്ടാവേണ്ടത്. മനസ്സിലോ? എന്നൊരു മെന്റാലിറ്റിയാണ്. കാരണം സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെയാണ്. ഓൽക്ക് ഒരിക്കലും അള്ളാഹു താല അവിടുന്ന് വേർപിരിഞ്ഞു എന്നത് അവർക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം, എല്ലാവർക്കും ആ ചരിത്രം അറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദ് ഒരു വലിയ തീക്കൊണ്ടാരുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടി പോവുക, അല്ലെ? അതിൽ തെച്ചു വില്ലിൽ ഇങ്ങനെ കിടത്തിക്കുക എന്ന് പറഞ്ഞാല് അമ്പയ്യാണ്, അമ്പിന്റെ സ്ഥാനത്താണ് ഇപ്പൊ ആര് കിടക്കണത്, ഇബ്രാഹിം നബിനെ കിടത്തിക്കണത്. അമ്പ് പോലെ സാധനം ഉണ്ടാക്കിയിട്ട് ഔമ ഇബ്രാഹിം നബിനെ അങ്ങോട്ട് ബന്ധിച്ചിക്കുക, എന്നിട്ട് ഇവിടുന്നാണ് വിടുകയാണ്. ആ കിടത്തെങ്ങനെ കടത്തിയപ്പോഴും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിന്ന് റബ്ബെ ജിന്നൊന്ന് രക്ഷപ്പെടുത്തുന്ന് പറഞ്ഞില്ല എന്നാ. റബ്ബെ നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുന്ന് പറഞ്ഞില്ല. കാരണം എന്താ?
ഓരോ കൂടെ ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പോഴും പറഞ്ഞ വാക്കെന്താ? ഹസ്ബുനല്ലാഹു ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിനക്ക് നീ അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു. അല്ലാഹു തആല മറ്റൊരായത്തിൽ പറയുന്നില്ലേ, ഒരടിമക്ക് അല്ലാഹു തആല പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു. ഒരടിമക്ക് അല്ലാഹു തആല പോരെ? അപ്പൊ അള്ളാനെ ആവശ്യപ്പെടണ്ട, അല്ലാഹു തആല നമ്മോട് കൂടെ തന്നെ ഉണ്ട്. അതാണ് രണ്ടാമത്തെ വിഷയം പറഞ്ഞത്. വ ത്വലബുക ലഹു, നീ അള്ളാഹുവിനെ തേടുക, അള്ളാഹുവിനെ ആവശ്യപ്പെടുക എന്നുള്ളത് ഗൈബത്തും മിൻക അൻഹു, നിന്നിൽ നിന്ന് അള്ളാഹു തആല മറഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്, അപ്രത്യക്ഷനായിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു തആല ഒരിക്കലും നിന്നെ തൊട്ട് തീർന്നില്ല, മറയുന്നില്ല. ഇനി മൂന്നാമത്തത് വ ത്വലബുക, നീ ആവശ്യപ്പെടുക, ലി ഗൈരിഹി, അള്ളാഹു അല്ലാത്തതിന് ആവശ്യപ്പെടുക, അള്ളാഹു അല്ലാത്തതിന് നീ ആവശ്യപ്പെടുക. അത് ലി ഖില്ലത്തി ഹയായിക മിൻഹു, അള്ളാഹുവിനോടുള്ള നിന്റെ ലജ്ജ കുറഞ്ഞിരിക്കുന്നു എന്നതിന്റെ കാരണമാണ്. അള്ളാഹുവിനോട് നിന്റെ ലജ്ജ കുറഞ്ഞിരിക്കുന്നു എന്നതിന്റെ കാരണം. നിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? മാത്രമായിരിക്കണം. അള്ളാഹനെ അല്ല, മാത്രമായിരിക്കാം. നീ ചെയ്യുന്ന ഏതൊരു ഇബാദത്തും അതിന്റെ പിന്നിൽ എന്താണ്? ആയിരിക്കണം നിന്റെ ലക്ഷ്യം. വേറെ ഒരു ലക്ഷ്യവും നിനക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെ തേടുക, ദുന്യാവിനെ തേടലേക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവേ എനിക്ക് നീ ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്ഥാനം കൊണ്ട റബ്ബേ, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ എന്നെ അറിയപ്പെടുന്ന ഒരു രൂപത്തിലാക്കണേ റബ്ബേ, ജനങ്ങളൊക്കെ എന്നെ വലിയ ബഹുമാനിക്കുന്ന തരത്തിലേക്ക് എന്നെ എത്തിക്കണേ റബ്ബേ എന്നൊരാൾ ആഗ്രഹിക്കുക. ഇനി അതിലും ഒന്നും കൂടി റേഞ്ച് കൂടിക്കഴിഞ്ഞാൽ മഹദിയാകുന്ന റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ മഹദി പറഞ്ഞില്ലേ അല്ലേ? മഹദി എന്തേ പറഞ്ഞത്? കുറെ ആളുകള് അള്ളാഹുവേ എനിക്ക് നീ ദുനിയാവിൽ എന്തൊക്കെ തരാൻ കരുതിയിട്ടുണ്ടോ അതൊക്കെ നീ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് നീ കൊടുത്തളാ അല്ലെ? ദുനിയാവിൽ നീ എനിക്കെന്തൊക്കെ ഭൗതിക വിഭവങ്ങൾ തരാൻ നീ കരുതിയിട്ടുണ്ടോ അതൊക്കെ നീ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് കൊടുത്തളാ. ആഖിറത്തിൽ നീ എനിക്കെന്തൊക്കെ തരാൻ കരുതിയിട്ടുണ്ടോ അതൊക്കെ നീ വിശ്വാസികൾക്കും കൊടുത്തളാ. എനിക്ക് നിന്നെ മാത്രം മതി എന്ന മഹദിയാകുന്ന റാബിഅത്തുൽ അദവിയ്യ. ആ ഒരു റേഞ്ചിലേക്കാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ക്ഷണിക്കുന്നത്. ത്വലബുക, നീ ആവശ്യപ്പെടുക, ലി ഗൈരിഹി, അല്ലാഹു അല്ലാത്തതിന് നീ ആവശ്യപ്പെടുക. അത് ലി ഖില്ലത്തി ഹയായിക മിൻഹു, അള്ളാഹുവിനോടുള്ള നിന്റെ ലജ്ജ കുറഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. മനസ്സിലാവുണ്ടോ? സ്വർഗം പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗത്തിലെത്തിയാലേ അള്ളാനെ കാണുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ പറയുന്നില്ലേ, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ, വിശ്വാസികളാകുന്ന ആളുകൾ കാലാകാലം സ്വർഗത്തിലേക്ക് കയറുന്നു. വിശ്വാസികൾ എന്താ സ്വർഗത്തിന് ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിലെത്തിയാലേ ആരെ കാണുള്ളൂ? അള്ളാഹുവിനെ കാണുള്ളൂ. സ്വർഗം എന്ന് പറയുന്നത് ഒരു ഗാലറിയാണ്. അള്ളാഹുവിനെ കാണാനുള്ള ഒരു ഗാലറിയാണ് സത്യത്തിൽ സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു അല്ലാത്തതിന് ഒരു സാലിക്കായ ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു അല്ലാത്തതിന് തേടാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ട്? മിൻ ഗൈരിഹി, അള്ളാഹു അല്ലാത്തതിനോട് നീ തേടുക എന്നുള്ളത്. 3 തേട്ടം നമ്മൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടുക എന്നുള്ളത് അള്ളാഹിനോട് നിന്റെ തെറ്റിദ്ധാരണ, അള്ളാഹിനെ കുറിച്ചുള്ള നിന്റെ തെറ്റിദ്ധാരണയാണ്. രണ്ടാമത്തത്, അള്ളാഹിനെ തന്നെ ആവശ്യപ്പെടുക എന്നുള്ളത് അള്ളാഹു തആല നിന്നെ തൊട്ട് മറഞ്ഞിരിക്കുന്നു എന്നതിന്റെ കാരണമാണ്, നിന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടാണ്. മൂന്നാമത്തത്, അള്ളാഹു അല്ലാത്തതിന് നീ തേടുക എന്നുള്ളത് അള്ളാഹിനോടുള്ള നിന്റെ ലജ്ജ ഉണ്ടല്ലോ അത് കുറഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. നാലാമത്തത്, വത്വലബുക, നീ ആവശ്യപ്പെടുക, മിൻ ഗൈരിഹി, അള്ളാഹു അല്ലാത്തവരോട് നീ ആവശ്യപ്പെടുക എന്നുള്ളത് ലിവുജൂദി ബുഅദിക അൻഹു, നീ അള്ളാഹു തആലാനെ തൊട്ട് ഒരുപാട് വിദൂരത്തായിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. നീ അള്ളാഹുമായി ഇത്ര അടുത്താണെങ്കിൽ നീ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കൂലായിരുന്നു. നിനക്ക് ചോദിക്കാൻ വേറെ ആരത്തേക്ക് പോകേണ്ട ആവശ്യം എന്താണ്? എന്നോട് ഏറ്റവും അടുത്തുള്ളത് ആരാ? എന്തും തരാൻ കഴിവുള്ളത്, എന്തിനെ കുറിച്ചും അറിവുള്ളത്, ഒന്നിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിവില്ലാത്തതില്ല. എന്തും അള്ളാഹ് ഉണ്ടാക്കിയതാണ്, എന്തും അള്ളാഹു തആല തരുന്നു പറഞ്ഞതാണ്. എന്നിട്ട് നീ അള്ളാഹു അല്ലാത്ത ഒരാളോട്
നീ ആവശ്യപ്പെടുക എന്നുള്ളത് ലി വുജൂദി ബുഅദികൻഹു, നീ അല്ലാഹു തആലാനെ തൊട്ട് വിദൂരത്തായിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. നമുക്ക് പല കാര്യങ്ങളും മറ്റൊരാളോട് ചോദിച്ചാൽ തന്നെ കിട്ടുള്ളൂ, അല്ലെ? ഏതൊരു കാര്യത്തിനും മറ്റൊരാളോട് നമുക്ക് ചോദിക്കേണ്ടി വരില്ലേ? ചോദിക്കണം. പക്ഷെ അപ്പോഴും നീ മനസ്സിലാക്കണെന്ത്? എന്റെ സുഹൃത്താണ് എനിക്ക് ആ പൈസ കടം തന്നത് എങ്കിലും ആ കടം തരാൻ പ്രചോദിപ്പിച്ച മനസ്സിലേക്ക് അത് ഇട്ടുകൊടുത്തത് ആരെന്നെയാണ്? എന്റെ പടച്ച റബ്ബാണെന്ന് നീ മനസ്സിലാക്കണം. നീ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നിന്റെ ഭാര്യ നിനക്ക് സ്നേഹത്തോടുകൂടെ ഭക്ഷണം തരുമ്പോ നീ മനസ്സിലാക്കണം, അത് ഭാര്യയാണ് നൽകുന്നത് എങ്കിലും ഭാര്യയുടെ കയ്യിലൂടെ ആ ശക്തിക്കുള്ള പ്രചോദനം എന്റെ പടച്ച റബ്ബാണ്. ഒരു ചെറിയ കുട്ടി മുല കുടിക്കുന്ന സന്ദർഭത്തിൽ, മുല ഇങ്ങനെ ചപ്പി കുടിക്കുന്ന സന്ദർഭത്തിൽ അത് അമൃതായി ആ കുട്ടിയുടെ വായിലൂടെ വരുന്നത് അള്ളാഹുവിന്റെ സ്നേഹമാണ് എന്ന് ഒരടിമ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ. അപ്പൊ ആ രൂപത്തിൽ അള്ളാഹു തആല നമ്മിൽ ഉണ്ടാകുമ്പോ നമുക്ക് അള്ളാഹിനോടൊന്നും ആവശ്യപ്പെടാൻ തോന്നില്ല. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ജിഷ്തി ത്വരീഖത്തിന്റെ അമല് വാങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷമാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി ഒരുപാട് സ്വഹാബികളെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആര്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഒരുപാട് സ്വഹാബികളെ പല നിലക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പീഡിപ്പിച്ചിട്ടുണ്ട്. അസ്വദുൽ അൻസി എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ ഉണ്ടായിരുന്നു. അസ്വദുൽ അൻസി. 2 കള്ളപ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഒന്ന് മുസൈലിമത്തുൽ കദ്ദാബും, 2 അസ്വദുൽ അൻസി. അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ സ്വഹാബികൾ എങ്ങനെ വരിക്ക് നിർത്തി. ഒന്നിരിക്കൽ ഞാൻ പ്രവാചകൻ എന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ തല നീട്ടിത്തരുക. സ്വഹാബത്ത് ഒരു പ്രയാസമില്ലാതെ തല നീട്ടിക്കൊടുത്തു. കാരണം എന്താ? ഓല അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ആൾക്കാരാണ്, ഉത്തമ ബോധ്യമുള്ള ആൾക്കാരാണ്. സ്വഹാബത്ത് തല നീട്ടിക്കൊടുത്തു. അപ്പൊ ആ ക്രൂരനായ ഭരണാധികാരി അദ്ദേഹത്തിന്റെ പടയാളികൾ ഒരിക്കൽ ഹസനുൽ ബസ്രിന്റെ വീടിന്റെ മറത്ത് വന്നു. അപ്പോ അദ്ദേഹത്തിന് ശിഷ്യനാകുന്ന ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു പുറത്തിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശത്രുക്കൾ വരുന്നത്? ഹസനുൽ ബസ്രിനെ പിടിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഉമ്മർത്തിരിക്കുന്ന ശിഷ്യനാകുന്ന ഹബീബുൽ അജമിയോട് ധിക്കാരിയായ ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പടയാളികൾ ചോദിച്ചു, ഹസനുൽ ബസ്രി വീടിന്റെ ഉള്ളിലുണ്ടോന്ന് ചോദിച്ചു. ഹസനുൽ ബസ്രി വീടിന്റെ ഉള്ളിൽ ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഹബീബുൽ അജമി പറഞ്ഞു, ഉണ്ട് പറഞ്ഞു. ഇവല് വീടിന്റെ ഉള്ളിലേക്ക് കയറി ഒരുപാട് തെരഞ്ഞു. ആരെ? ഹസനുൽ ബസ്രിനെ കണ്ടില്ല. പുറത്തേക്ക് ഇറങ്ങി ഓല് പോയി. ഉള്ളിന്ന് ഹസനുൽ ബസ്രി വന്നിട്ട് ഹബീബുൽ അജമിനോട് പറഞ്ഞു, എന്തൊരു മനുഷ്യനാണ്, ഒരു ഉസ്താദിനെ ഒറ്റിക്കൊടുക്കാന്നുള്ളത്. വല്ലാത്തൊരു അക്രമാണ് നീ കാണിക്കണത്. അതിൽ ഹബീബുൽ അജമി പറഞ്ഞു, നിങ്ങൾക്കിപ്പോ അത് പറഞ്ഞാ പോയി, ഞാന് ഒരു കളവ് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് ഞാന് എന്റെ മനസ്സിൽ എന്റെ റബ്ബിനെ ഞാനൊരു കൊണ്ടുവരൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ റബ്ബിനെ ഞാനൊരു കൊണ്ടുവരൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ കാണാതിരുന്നത്. അപ്പൊ റബ്ബ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് ഒരു അടിമക്ക് വേണ്ടത്. ഞാൻ ഒന്നുകൂടി അതിന്റെ വിഷയം വായിച്ചു തരാം. ത്വലബുക മിൻഹു, അള്ളാഹുവിൽ നിന്ന് നീ ആവശ്യപ്പെടുക. അത് ഇത്തിഹാമുല്ലഹു, അള്ളാഹിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. നിനക്കെന്ത് കാര്യം വേണോ, വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ പറഞ്ഞതും പറയാത്തതും കരുതിയതും കരുതാത്തതുമായ കാര്യങ്ങളൊക്കെ അള്ളാഹു തആലക്ക് അറിയാം. നീ ആവശ്യപ്പെടേണ്ടതില്ല. 2 വതലബുക ലഹു, അള്ളാഹുവിനെ നീ ആവശ്യപ്പെടുക എന്നുള്ളത് നീ അള്ളാഹുവിനെ തൊട്ട് മറഞ്ഞിരിക്കുന്നു എന്നതിന്റെ കാരണമാണ്. അള്ളാഹു ഒരിക്കലും നിന്നെ തൊട്ടെന്തല്ല മറഞ്ഞിട്ടില്ല. അള്ളാഹു നിന്റെ കൂടെ ഉണ്ട്. 3-മത്തത് വതലബുക ലിഗൈരിഹി, അള്ളാഹു അല്ലാത്തതിനെ നീ തേടുക, ആവശ്യപ്പെടുക എന്നുള്ളത് അത് അള്ളാഹുവിനോടുള്ള നിന്റെ ലജ്ജ കുറഞ്ഞിരിക്കുന്നു എന്നതിന്റെ കാരണമാണ്. 4-മത്തത് വതലബുക മിൻ ഗൈരിഹി, അള്ളാഹു അല്ലാത്തവരോട് നീ ആവശ്യപ്പെടുക എന്നുള്ളത് ലിവുജൂദി ബുഅദിക അൻഹു, അള്ളാഹു നിന്നെ തൊട്ട് വിദൂരത്താണ് എന്ന നിന്റെ തോന്നലാണ്. അള്ളാഹു തആല വിദൂരത്താണ് എന്ന
ഒരു തോന്നൽ നിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. എന്നാൽ അങ്ങനെയല്ല. അള്ളാഹുവാണ് മറ്റുള്ളവരെക്കാൾ നിന്നിലേക്ക് ഏറ്റവും അടുത്തവൻ. അപ്പൊ നീ എന്തെങ്കിലും ചോദിക്കുമ്പോ നീ അള്ളാഹുവിനോട് ചോദിക്കുക. മറ്റുള്ളവർ നിനക്ക് നൽകുമ്പോ നീ മനസ്സിലാക്കണം, അത് എൻ്റെ റബ്ബ് കാരണമായിട്ടാണ് എനിക്ക് ലഭിക്കുന്നത്. ഏത് നിഅമത്തുകൾ വരുമ്പോഴും നീ മനസ്സിലാക്കണം, അതിൻ്റെ റബ്ബിന്റെ കാരണമാണ്. ഏത് അക്രമങ്ങൾ നിന്നെ ആരെങ്കിലും ചെയ്യുമ്പോഴും നീ മനസ്സിലാക്കണം, അത് ഒരു പക്ഷേ എൻ്റെ റബ്ബ് എനിക്ക് തന്ന പരീക്ഷണമായിരിക്കാം, അത് അവനിലൂടെ ആയിരിക്കാം എന്ന തോന്നലാണ് ഒരു സാലിക്കിന് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തലത്തിലേക്ക് നമ്മളുടെ ഹൃദയം എത്തുന്ന ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.